ന്യൂസിലെ ബാലുചേട്ടൻ കുടിച്ച ഭാഗത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ഈ പോളിസിയുടെ തുക 96 lakhs ലക്ഷ്മിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തതായി നമുക്കിപ്പോഴും കൃത്യമായ വിവരം ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ജ്യൂസ് ഷോപ്പിൽ എന്താണ് നടന്നതെന്നുള്ളത്. സമയത്തെക്കുറിച്ചോ അവിടെ സ്പെൻഡ് ചെയ്ത സമയത്തെക്കുറിച്ചോ ഇവരാര് എന്ത് കുടിച്ചു എന്നുള്ളതിനെ കുറിച്ചോ. കാരണം ലക്ഷ്മി ആദ്യം ഒരു ന്യൂസ് 18 കൊടുത്തുള്ള ഒരു ഓഡിയോ ബൈറ്റിൽ പറയുന്നുണ്ട് രണ്ടുപേരും പുറത്തിറങ്ങി ബാലു പുറകിലേക്ക് തിരിച്ചു കയറി എന്നാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ബാലച്ചൻ പുറകിൽ തന്നെ ഇരുന്നു, അർജുൻ പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ധാരണയൊന്നുമില്ല. ബാലുചേട്ടൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പകുതി ഇവർ കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ ജ്യൂസിൽ ബാലുചേട്ടൻ കുടിച്ച ഭാഗത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ബാലുചേട്ടൻ്റെ ഉള്ളിലേക്ക് പോയിരുന്നോ, അതുകൊണ്ട് വന്ന ഒരു മയക്കമായിരുന്നു. കാരണം ആ ചെറിയ സമയത്തിനുള്ളിൽ ഡീപ് സ്ലീപ്പിലേക്ക് പോകുക. ലക്ഷ്മി അലറി എന്ന് പറയുന്നു, ഗിയർ ബോക്സിൽ അടിച്ചു എന്ന് പറയുന്നു, ഇതൊന്നും കേൾക്കാതെ ഓഫ് റോഡിൽ ആ വോബ്ലി ഫീലിംഗ് ലക്ഷ്മിക്ക് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലാതെ കിടക്കുകയാണ് ബാലുചേട്ടൻ. എന്നിട്ടും ബാലുചേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിട്ടുണ്ടാവണമല്ലോ. പക്ഷെ അപ്പോൾ വിഷ്ണു നമ്മളോട് പറഞ്ഞിരുന്നു ബാലുചേട്ടൻ ഓൺലൈൻ ആയിരുന്നു, വെളുപ്പിനെ വരെ ചാറ്റ് ചെയ്തിരുന്നു. അത് ഇഷാൻ ദേവും പറഞ്ഞതായി നമുക്കറിയാം, ഓൺലൈൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെ ഇരിക്കെ ആ ഭാഗം നമുക്ക് ഒട്ടും ക്ലിയർ അല്ലാതിരിക്കെ നമുക്ക് ആകെ റിലൈ ചെയ്യാൻ പറ്റുന്ന മൊഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം ഉള്ള ഒരു മൊഴി എന്ന് പറയുന്നത് അർജുൻ്റേത് തന്നെയാണ്. പക്ഷെ അർജുൻ കൃത്യമായി ആ ഭാഗമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ മടി കാണിച്ചിട്ടുള്ളത്, അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അന്വേഷണം പിന്നീട് അതിലേക്ക് പോയില്ല? അർജുൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയത് എന്നുള്ളത് ഇപ്പോഴും വലിയൊരു മിസ്റ്ററി തന്നെയാണ്. അർജുൻ അവിടെ പകച്ചിരിക്കുന്നതിന് മറ്റൊരു കാരണം ഉണ്ടായിരുന്നെങ്കിലോ? ഒരു ദൃക്സാക്ഷി മൊഴിയിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ സൈഡ് കൊടുക്കാത്ത വിധം അർജുൻ ഓടിച്ചിരുന്നു എന്ന് പറഞ്ഞതിന് അർജുൻ അല്ലാതെ വണ്ടിയിൽ ഉണ്ടായിരുന്ന മറ്റെന്തെങ്കിലും ഒരു ഫാക്ടർ കാരണമായിരുന്നു? നമുക്കറിയാത്ത കാര്യമാണിത്. ഇതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് അർജുൻ തന്നെയാണ്. പക്ഷെ അർജുൻ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് വിഷ്ണു കൊടുത്ത മറ്റൊരു മറുപടി. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ബാലുചേട്ടൻ അറിയാമായിരുന്നോ കള്ളക്കടത്തിനെ കുറിച്ച്? നോ എന്ന വിഷ്ണു പറഞ്ഞ മറുപടി കള്ളമാണ് എന്ന് പോളിഗ്രാഫ് ടെസ്റ്റിൽ വന്നത്. അതിന്റെ രണ്ട് സാധ്യതകളുണ്ട്. ബാലുചേട്ടൻ അറിഞ്ഞു നടത്തിയിരുന്നതാണോ, ബാലുചേട്ടൻ അറിഞ്ഞതിന്റെ പേരിലാണോ ബാക്കിയുള്ള സംഭവങ്ങൾ? ഈ രണ്ട് ദിശയിലേക്കും ചോദ്യങ്ങൾ പിന്നീട് പോയിട്ടില്ല. എന്തുകൊണ്ട്? വിഷ്ണുവോ അർജുനോ പറഞ്ഞ കള്ളം എന്ന് തെളിഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് മീഡിയയ്ക്ക് ലഭ്യമായില്ല? അന്ന് സോബി ജോർജ് മാത്രം എന്തുകൊണ്ട് കള്ളനായി? ഇതിനൊക്കെ പുറമെയാണ് മറ്റൊരു വലിയ കാര്യം ഞാൻ പറഞ്ഞത്, LIC പോളിസി. LIC പോളിസി തൊട്ടിട്ടില്ല. അതിലെ സയന്റിഫിക് എവിഡൻസ്, അതായത് ആ ഒപ്പുകൾ പരിശോധിക്കുക എന്നൊരു നടപടിയിലേക്ക് പോയിട്ട് തന്നെയില്ല. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് വിഷ്ണുവിന്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി, ലക്ഷ്മി അത് സപ്പോർട്ട് ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം CBI കണ്ടെത്തിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അതിനകത്ത് തന്നെ പറയുന്നത്. വി ഹവ് ഫൗണ്ട് ഔട്ട് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, അത് വിശ്വസിച്ച് കൺക്ലൂഡ് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കണ്ടൻഷൻ പറഞ്ഞ കാര്യങ്ങൾ, സംശയം സൂചിപ്പിച്ച കാര്യങ്ങൾ, ഇതൊന്നും പരിശോധിക്കപ്പെടാതെ തന്നെയാണ് ഇതിലൊക്കെ തീർപ്പാക്കിയിരിക്കുന്നത്. ഈ LIC പോളിസി വേണ്ടതൊക്കെ ചെയ്ത് ലക്ഷ്മിയുടെ ഒപ്പോടുകൂടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിഷ്ണു ആദ്യഘട്ടത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2021 മാർച്ചിൽ തന്നെ ആ LIC പോളിസിയുടെ തുക 96 lakhs ലക്ഷ്മിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തതായി LICയുടെയും ഇൻഫർമേഷൻ ഉണ്ട്. ഈ തീർപ്പാക്കിയത് LICയുടെ ഉള്ളിൽ തന്നെ വലിയൊരു ഇന്റേണൽ ഓഡിറ്റിന് കാരണമായ ഒരു സ്റ്റാഫിനെ പുറത്താക്കേണ്ടി വന്ന ഒരു കേസിലാണ് എന്നത് ഒന്നുകൂടി എടുത്തു ചിന്തിക്കണം. CBI ബാലഭാസ്കർ വളരെ ധൃതി വെച്ച് ഒപ്പിട്ടതാണ്, സംശയിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ നൽകിയാണ് ഈ എമൗണ്ട് റിലീസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ വിറ്റ്നസസ് അർജുൻ, വിഷ്ണു, LIC, പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ. ഏത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ബാലുചേട്ടൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കും. ബാലുചേട്ടൻ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്, ഇന്ന സമയത്ത് എത്തും എന്ന് പറയും. കഴിഞ്ഞിട്ടും അതേപോലെ ഒരു കോൾ വരും. വളരെ ബ്രീഫ് ആയിട്ടുള്ള കോൾസ്. അന്ന് 24-ാം തീയതി വൈകിട്ട് സന്ധ്യയ്ക്ക് അമ്പലത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അമ്പലത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞാണ് ബാലുചേട്ടന്റെ ലാസ്റ്റ് കോൺവെർസേഷൻ. ഈ യാത്രയ്ക്ക് അന്നേ ദിവസം തിരിച്ചു വരിക എന്നൊരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. എങ്ങാനും ഈ ചടങ്ങ് വൈകിയാൽ നമ്മൾ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ തിരിച്ചു വരും. ഇതാണ് ധാരണ എന്നാണ് ലക്ഷ്മിയുടെ മൊഴി. പക്ഷേ ഇത്തവണത്തെ മൊഴികളിൽ അവിടുത്തെ ഒരു മാനേജർ പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് വന്ന ബാലഭാസ്കർ രാത്രി 10:30 പുറപ്പെടും എന്ന് പറഞ്ഞ് ഡിസ്കൗണ്ട് ഉൾപ്പെടെ വാങ്ങിച്ചു. മുഴുവൻ നേരം ഉപയോഗിക്കാത്തത് കൊണ്ട് കുറച്ച് രൂപ ഡിസ്കൗണ്ട് തരണം എന്ന് പറഞ്ഞ് ഡിസ്കൗണ്ട് ഉൾപ്പെടെ വാങ്ങിച്ചു എന്നാണ് മാനേജറുടെ മൊഴി. അപ്പോൾ ബാലുചേട്ടൻ അറിയാമായിരുന്നു രാത്രി 10:30 പുറപ്പെടുമെന്ന്? ഇല്ല എന്നാണ് ലക്ഷ്മിയുടെ മൊഴി. കാരണം ചടങ്ങ് തീരുന്നതിനനുസരിച്ചാണ് ഇവർ തീരുമാനം എടുക്കാനിരുന്നത്, പുറപ്പെടുമോ വേണ്ടിയോ എന്നുള്ളത്. റെസിപ്റ്റിൽ ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത്
25th ആണ്. ഡേറ്റ് എഴുതിയിരിക്കുന്നത് 25th ആണ്, തൊട്ടടുത്ത ദിവസമാണ്. പക്ഷേ ഇവർ പുറപ്പെട്ടത് രാത്രി 10:30-ക്കാണ്. ബാലുച്ചേട്ടൻ കാണാനിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ആളെ 10:30 ആ ആളുടെ മകനെ 10:30 വിളിച്ചു പറഞ്ഞു, ഇന്ന് വരുന്നില്ല, ഞങ്ങൾ പുറപ്പെടുകയാണ്, അടുത്ത തവണ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെന്റലിസ്റ്റ് ആദി, ബാലുച്ചേട്ടൻ്റെ മറ്റൊരു സുഹൃത്ത്, ഇദ്ദേഹം ആദ്യഘട്ടം മുതൽ ഈ അന്വേഷണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഇമോഷണലായി പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ദുരൂഹതയുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അതിലൊന്നും ഒരു ദുരൂഹതയും ഇല്ല. ഇവർ വെറുതെ ആരോപിക്കുന്നതാണ്. കാരണം മറ്റ് ആൾക്കാരെയൊക്കെ അറിയാം, അത്രത്തോളം ബന്ധം ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പല ലൈവുകളിലും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്നതും കണ്ടതാണ്. ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷം ഇദ്ദേഹമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് 25-ാം തീയതി രാവിലെ എറണാകുളത്ത് ഒരു ഇറ്റാലിയൻ ഡിസൈനറിനെ കാണാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലു ഈ വഴി വരും എന്നാണ് എന്നോടും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്, ഞാനും അന്വേഷിക്കാം എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു മൊഴി അദ്ദേഹം കൊടുത്തതായിട്ടെങ്ങുമില്ല, രേഖകളിലൊന്നുമില്ല. അതേ തുടർന്ന് ഈ വ്യക്തി തന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടതായും അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള സമയത്താണ് ബാലുചേട്ടന്റെ പെട്ടെന്നുള്ളൊരു തീരുമാനം, രാത്രി തന്നെ പുറപ്പെടണം എന്നുള്ള തീരുമാനം. അതും ഉറങ്ങുകയായിരുന്ന അർജുനെ ഉണർത്തി ബാലുചേട്ടൻ എടുത്തൊരു തീരുമാനം എന്നൊക്കെ പറയുന്നത് വരെ നമ്മൾ കേട്ടത്. ലക്ഷ്മിയുടെ തന്നെ സുഹൃത്തുക്കളാണ് പല ഓഡിയോ വ്ളോഗേഴ്സുമായിട്ടുള്ള സംസാരത്തിലും ഒക്കെ പറഞ്ഞത്. ഉറങ്ങുകയായിരുന്ന അർജുനെ, മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങുകയായിരുന്ന അർജുനെ ബാലുചേട്ടൻ എണീപ്പിച്ചു പോലും. ഇതേ അർജുൻ തന്നെയാണ് പറഞ്ഞത്, മരുന്ന് കഴിച്ചു എന്ന് അറിഞ്ഞാൽ ബാലുമാൻ എന്നെ ഓടിക്കാൻ സമ്മതിക്കാറില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ. പക്ഷെ ഇതൊന്നും അനലൈസ് ചെയ്യാൻ ആർക്കും തോന്നിയിട്ടില്ല. കാരണം എന്താണ്, സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കലോ ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ തുടങ്ങുന്നത് തന്നെ ബാലഭാസ്കറിനെ ആർക്കും കൊല്ലാൻ കഴിയില്ല, ബാലഭാസ്കറിനോട് ആർക്കും ശത്രുതയില്ല, ലക്ഷ്മിക്ക് ആരെയും സംശയമില്ല. ബാലഭാസ്കറിന്റെ കുടുംബവും ലക്ഷ്മിയും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇതാണ് ഇൻവെസ്റ്റിഗേഷന്റെ ബേസിസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗോൾഡ് സ്മഗ്ലേഴ്സ് എന്ന് ലോകം തിരിച്ചറിഞ്ഞ് കൊഫെപോസ പോലെയുള്ള ഇതൊക്കെ വരെ ചുമത്തപ്പെട്ട ആൾക്കാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് പോലും വിലയുണ്ട്. അവിടെയാണ് ഞങ്ങൾ ഉന്നയിച്ച കൃത്യമായ സംശയങ്ങൾ പരിശോധിക്കപ്പെടാതെ പോയിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റ്സ് ആണ് ക്രൈംബ്രാഞ്ചും CBIയും അവരുടെ ആവശ്യത്തിന് വേണ്ടിയോ അവരുടെ എളുപ്പത്തിന് വേണ്ടിയോ ആധാരമാക്കി മാറ്റിയിരിക്കുന്നത്, അടിസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ മേലെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പ്രഹസനം തന്നെ നടന്നിരിക്കുന്നത്.